മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മോടൊപ്പം ഇരുന്ന് അവരുടെ പ്രണയകഥ പറയുന്നത് ചലച്ചിത്ര നടി പ്രിയങ്കയും ഭർത്താവ് അനൂപും. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നൊരു കല്യാണ വേഷത്തിൽ ഇടയ്ക്കൊക്കെ കല്യാണം കഴിഞ്ഞു പോയത് ഓർക്കേണ്ടത് നമ്മള്. പിന്നെ ഒരു മുണ്ടും ജുബയൊക്കെ അല്ല, അങ്ങർക്ക് ഓർക്കാൻ താല്പര്യമില്ലെന്ന്. ഞാനിടയ്ക്ക് ഓർക്കുന്നോണ്ടൊക്കെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ എടുത്തു കൊടുക്കും. എന്തിനല്ലേ നമ്മൾ ഈ വേണ്ടാത്ത കാര്യമൊക്കെ ഓർക്കുന്നില്ല. പഴയ കാര്യങ്ങളൊക്കെ പറയണ വേറൊന്നുമില്ല, ഏത് ട്രെയിനാണ് തല വെച്ചെന്ന് ഓർക്കണ്ട. അതുകൊണ്ട് ഞാൻ ഒട്ടും ഓർക്കാറില്ല. അതൊക്കെ തമാശക്ക് എല്ലാരും പറയും, അതൊക്കെ ചുമ്മാ പറയുന്നു. അതെ, സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. ശരിയാണ്. അല്ല, ഞാൻ മുണ്ടെടുത്തോണ്ട് വരാൻ മുണ്ടെടുത്തോണ്ട് ഇവിടെ ഇരിക്കാൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. കുറച്ചും കൂടി അടുത്തിരിക്കണം. എന്താ എത്ര പേടിയുണ്ടോ? അല്ല, പേടിച്ചിട്ടല്ല, അവിടെ പറയണ ഇപ്പൊ പറയുമല്ലോ. അല്ല, ഇവിടെയെങ്കിലും ഒന്ന് അകന്നിരിക്കാലോ എന്ന് ഓർത്തിട്ടാ. അതെ, വല്ല സ്ഥലങ്ങളൊക്കെ പോകുമ്പോഴേ ഒന്നും മാറിയിരിക്കുന്നു പറയാൻ പറ്റുള്ളൂ. എടുക്കണോ? വേണ്ടല്ലേ? കുഴപ്പമില്ല. ഇപ്പൊ എല്ലാരും കാണിക്കണമെന്ന് അടുത്ത് വേണം. വേണ്ട വേണ്ട, മനസ്സിന് നല്ല അടുപ്പുണ്ട്, അത് മതി. അടുക്കണമെന്നില്ലല്ലോ. ആ യെസ്, അങ്ങനെ ഇരുന്നോളൂ. നമ്മൾ തമ്മിൽ കസേരയ്ക്ക് കുഴപ്പമുണ്ടല്ലോ. പരിചയപ്പെട്ടിട്ടൊന്നുമില്ലല്ലേ? നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ പക്ഷേ ചേച്ചി കണ്ടിട്ടുണ്ട്, പ്രോഗ്രാംസിന് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല. സ്ക്രിപ്റ്റ് റൈറ്ററാണ്. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം കോമഡി പ്രോഗ്രാമുകളൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാറുണ്ട്. അത്യാവശ്യം കോമഡി പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട് ടി വിയിലുള്ള. സിനിമ ഇപ്പോൾ ഭാഗ്യവശാല സംഭവം ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സംസാരം കാര്യങ്ങളൊക്കെ നടന്ന ഒരു നല്ലൊരു ബാനറിൻ്റെ ഒരു സംഭവം സിനിമ റെഡിയായിട്ടുണ്ട്. ഭാഗ്യമാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ റെഡി ആവുകയാണെങ്കിൽ. ആദ്യമേ ഇങ്ങനെ കോമഡി സ്കിറ്റൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു, അതോ വേറെ വല്ല ജോലി ഉണ്ടായിരുന്നു? ഇല്ല, ജോലിയൊന്നും ഇല്ലായിരുന്നു. നേരത്തെ ഇത് തന്നെയാണ്. നേരത്തെ പഠിക്കുന്ന കാലം തൊട്ട് കോളേജിലും ഇതിലൊക്കെ ആണെങ്കിലും ഇത് തന്നെയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിമിക്രി ഇങ്ങനെ ഇതിനോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ ഞങ്ങൾക്കൊരു 4 പേർക്കായിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ബോംബ് എന്ന് പറഞ്ഞൊരു സംഘടന. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കോളേജിൽ എന്ത് സംഭവം നടക്കുന്നോ അതിനെ നമ്മൾ ഹാസ്യവൽക്കരിച്ച് ഓരോ ക്ലാസ്സിലും കയറി ക്യാമ്പയിൻ ചെയ്യും. അപ്പോൾ അത് ഞങ്ങൾ ചിലപ്പോൾ അത് സ്കിറ്റായിട്ട് ചെയ്യും. ചിലപ്പോൾ അതിന് ഇപ്പോൾ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട് പൊട്ടി ഒരു കുട്ടിയുടെ തലയിൽ വീണു, കോളേജിലുണ്ടായ സംഭവം. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ 4 പേര് ഹെൽമെറ്റെല്ലാം വെച്ച് എല്ലാ ക്ലാസ്സിലും കയറി എല്ലാവർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ക്യാമ്പയിൻ ചെയ്യും. അത് പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കാരണം കോളേജിൽ അവിടെ ഉള്ളവർക്ക് പ്രിൻസിപ്പാളിന് വരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഞങ്ങൾ അതൊരു ഉപദ്രവമല്ല, ഇങ്ങനെ ചെറിയ രീതിയിലൊരു ഈ രസകരമായ രീതിയിൽ പ്രതിഷേധം. പിന്നീട് ഞങ്ങൾ കോളേജിൽ നിന്ന് മാറിയപ്പോൾ ഞങ്ങൾ ആ 4 പേരെല്ലാം അങ്ങനെ ഒരു ട്രൂപ്പ് ഇട്ടു, കൊച്ചിൻ നർമ്മ എന്നും പറഞ്ഞു. പിന്നെ അത് അത്യാവശ്യം പ്രോഗ്രാമൊക്കെ. പിന്നെ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാ ട്രൂപ്പുകളും ബാക്കിയുള്ള അന്ന് പ്രശസ്തരായ ആൾക്കാരെ കൊണ്ട് എഴുതിച്ചിട്ടായിരുന്നു പ്രോഗ്രാമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ 4 പേര് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ തന്നെ എഴുതി, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി, ഞങ്ങൾ തന്നെ കൂലി മേടിച്ചുകൊണ്ടിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്രത്യേകത. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമുക്ക് തന്നെ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇതായി. പിന്നെ അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ചെയ്തു അങ്ങനെ വന്നു. അങ്ങനെ ഈ മേഖലയിലേക്കായി. എന്താ ശരിക്കും ഇഷ്ടപ്പെടാനുള്ള റീസൺ? ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ സൗന്ദര്യമല്ല, സൗന്ദര്യമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതെ, അതിപ്പോ ഈ നിമിഷം മാറ്റി. ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കരുത്. ഇവിടെ സംസാരിച്ച് ഇവിടെ സൗന്ദര്യം ഞാൻ ഉദ്ദേശിച്ച് ആദ്യം കണ്ടോറിനെ ഇഷ്ടപ്പെടും അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ 2-3 വർഷക്കാലം ഇത് ഈ പ്രോഗ്രാമിൻ്റെ ഇതുമായിട്ടും TV പ്രോഗ്രാംസിൻ്റെ തമ്മിൽ കാണാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോണായിരുന്നു ഏറ്റവും കൂടുതൽ ഫോണിൽ കൂടി സംസാരം. അപ്പം അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഓരോ കാര്യങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ അങ്ങനെ ഒരു അടുപ്പം ചെറുതായിട്ട് തോന്നി. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ ശരീരമാണെങ്കിൽ പോലും ചെറിയൊരു മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ നല്ലൊരു മനസ്സ്. എല്ലാം കൂടെ പൊളിച്ചെടുക്കണം, ഘട്ടമായിട്ട് പൊളിക്കും. ബുദ്ധിയൊക്കെ ഉണ്ട് അത്യാവശ്യം. ഒരുപാട് ബുദ്ധിയുള്ള ഭാര്യമാരെ പുരുഷന്മാർക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നത് സത്യമാണ്. അതിബുദ്ധിയാണ്. അതിബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം. അതിബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോൾ അത് വേറെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഭർത്താവിന് അതിബുദ്ധി ഉണ്ടെന്നല്ല, ഭാര്യയ്ക്ക് ചിലപ്പോൾ അതിബുദ്ധി കാണിക്കുന്ന ചില ഏരിയകളുണ്ടാകും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവള് അതിബുദ്ധി കാണിക്കാറുണ്ട് ഇടയ്ക്ക്. തട്ട് കൊടുക്കാറൊന്നുമില്ല ഞാനത്. കാരണം നമുക്ക് കാരണം വേറെ ഒന്നുമില്ല, മൊബൈല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഭാര്യമാർക്ക് സ്വാഭാവികം ഉണ്ടാകുന്ന സംശയമാണ്. കാരണം ഫീൽഡ് ഇതായതുകൊണ്ട് അങ്ങനെയുള്ള സംശയങ്ങൾ അതൊക്കെ ഇടയ്ക്ക് ചിലപ്പോഴൊക്കെ
ഇത് അങ്ങനെയൊന്നുമില്ല. ഫോണിൽ സംസാരിച്ചോണ്ടിരുന്ന അന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെക്കിങ് നടത്തിയായിരുന്നു പുള്ളിക്കാരി. ഒരു ആധിപത്യം നടത്തിയായിരുന്നു. വേറൊരു നമ്പറിൽ നിന്ന് എന്നെ വിളിച്ച് സംസാരിച്ചു, വേറെ ആളാണെന്നൊക്കെ പറഞ്ഞൊക്കെ സംസാരിച്ച് ചെറിയൊരു ആധിപത്യം നടത്തിയായിരുന്നു. അത് പാളിപ്പോയോ? അത്ര വിജയിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പറയൂ വിജയിക്കായ്മയൊന്നുമില്ല. ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ കല്യാണം എന്നുള്ളൊരു ഇതില്ല, രണ്ടുപേരുടെയും മനസ്സിലില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇത്രയും വലിയ സുന്ദരനായ ഒരു ചെറുക്കൻ ഓണക്കോടി ഒരോടി എടുക്കാനുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു കല്യാണം അങ്ങനെ പ്രതീക്ഷിക്കാതെ സംസാരിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഈ ആണുങ്ങളെല്ലാവരും ഈ ഒരു ഫോൺ എപ്പോൾ നോക്കിയാലും ആണുങ്ങൾക്കൊരു ദുശീലമുണ്ട്. ഫോൺ ബെല്ലടിച്ചാൽ അതെടുത്ത് സംസാരിച്ച് പിന്നെ തിരിച്ച് വിളിക്കുക, പിന്നെ ഒന്ന് മിസ് കോൾ അടിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു എന്നോട് എന്തായാലും വലിയ കാര്യമായിട്ട് റിലയൻസ് നല്ല സംസാരമാണ്, എന്നാൽ വേറൊരു നമ്പറിൽ നിന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ച് വിളിക്കുമോ നോക്കാം. ഞാൻ വിളിക്കാറുണ്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. മിസ് കോൾ അടിച്ചപ്പോൾ ഞാൻ വർക്കിൻ്റെ സമയത്താണ്, വല്ല വർക്ക് നഷ്ടപ്പെടണ്ടെന്ന് ഓർത്താൽ അല്ലാതെ പഞ്ചാര അടിക്കാൻ ഞാൻ വിളിക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വിളിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ വേറൊരു പുതിയ കാർഡൊക്കെ എടുത്ത് മിസ് കോൾ ചെയ്തു, ഒരു മെസ്സേജ് അയച്ചു, ഹായ് കുട്ടാന്നൊക്കെ. വീട് ദേ കിടക്കണത് തിരിച്ച് ഇതാരാണ് എന്താണ് എന്തൊരു ജിജ്ഞാസ അറിയാൻ വേണ്ടിയിട്ട് ആരാ എന്താന്നൊക്കെ അറിയാൻ. ഞാനതിന് 2 വാക്ക് അപ്പം തന്നെ പറഞ്ഞു, പിന്നെ അത് വിളിക്കാണ്ടാക്കും. പിന്നെ ഞാൻ വിചാരിച്ചു വലിയ റിപ്ലൈ കാണാനില്ല, ആ വേണമെങ്കിൽ പിടികിട്ടി. അങ്ങനെ വലുതായിട്ടൊന്നും എൻ്റെ അകത്തേക്ക് ചാഞ്ഞു വീണില്ല. അതുകൊണ്ട് മാത്രല്ല കേട്ടോ കല്യാണം, അപ്പം സ്വാഭാവികമാണ് അല്ല. ചുമ്മാ അവിടെ ഒരു ആധിപത്യം കാണിച്ചു നോക്കിയതാണ് അവിടെ. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ശബ്ദം പിടിച്ചില്ലേ? ശബ്ദം പിടിച്ചില്ലെന്ന് ചോദിച്ചാൽ ശബ്ദത്തിലൊന്നും വലിയ കാര്യമില്ല, സൗണ്ട് കൊടുക്കണ്ടല്ലോ. എന്നോട് അതല്ല, ശബ്ദത്തിൽ കാര്യമില്ലെന്ന് ഞാൻ പറയുന്നത്. ഇവിടുന്ന് ഞാനിപ്പോ പുറത്താക്കുവേ. ശബ്ദത്തിൽ കാര്യമില്ല, ജീവിതത്തിൽ ഞാൻ പറയുന്നത് സൗണ്ട് അല്ലല്ലോ, മെസ്സേജ് അല്ലേ ആദ്യം ചെയ്തത്. അപ്പൊ മെസ്സേജ് ആവുമ്പോ അറിയില്ല. മെസ്സേജ് മാത്രമായിരുന്നു, സംസാരം അത് എനിക്ക് ഈ സൗണ്ട് ഒരു കാലത്ത് ഇത് മാറ്റി പിടിക്കാൻ പറ്റത്തില്ല. എനിക്ക് അങ്ങനെ കല്യാണം എന്നുള്ളൊരു ഇത് ഇല്ലായിരുന്നു. പിന്നെ എന്തോ പിന്നെ കല്യാണം ഇല്ലാതെ വെറുതെ പഞ്ചാര അല്ല അങ്ങനെയല്ല, എൻ്റെ മനസ്സിൽ കല്യാണം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അത് ആയപ്പോൾ എനിക്കൊരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്തു. ഇനി കഴിക്കണ്ട, എൻ്റെ ജീവിതം അഭിനയം, പിന്നെ എല്ലാവരുമായിട്ടും ചിരിച്ച് സംസാരിക്കുക, അവർക്ക് ഇത്തിരി സന്തോഷം കൊടുക്കുക, ആർക്കൊക്കെ ദുഃഖമുണ്ടോ അവരെ ഒന്ന് ചിരിപ്പിക്കാൻ നോക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ കരുതിയത്. പിന്നെ എന്താ എന്നെ കല്യാണം കഴിച്ചത്? പിന്നെ എപ്പോഴും ചിരിപ്പിക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ശരി ഞാനായിട്ട് അല്ല എല്ലാരും ചിരിപ്പിക്കാൻ നടന്നിട്ട് എല്ലാരും ചിരിപ്പിക്കാന്നുള്ള ഉദ്ദേശമായിട്ടാണ് പിന്നെ കല്യാണം കഴിച്ചു. അല്ല അത് അങ്ങനെ അങ്ങനെ വിചാരിച്ച് മനസ്സിലായി. പക്ഷെ ദൈവം വേറെന്തോ എനിക്ക് നല്ലൊരു ആളെ തേടി തന്നു. നല്ല ദേഷ്യം ഉണ്ടായിരുന്നു അനൂപിനോട്, അതാണ് അനൂപിനെ നോക്കി. അതന്നെ ദൈവത്തിന് നീ അങ്ങനെ തന്നെ വേണം. ഓക്കെ, എന്നിട്ട് ഇഷ്ടം തോന്നി. ഈ പറയുന്ന പോലെ ഞങ്ങൾ സംസാരിക്കുമെങ്കിൽ അങ്ങോട്ടും ഇഷ്ടമോ അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഒരു വർക്കുള്ള കാര്യങ്ങൾ കൂടുതലും ഈ പറയുന്ന പോലെ ഈ പ്രോഗ്രാമിൻ്റെ സ്ക്രിപ്റ്റുകളും കാര്യങ്ങളും, കാരണം അടുത്ത ഷൂട്ടിങ്ങിന് അത് ഓരോ മാസം കൂടുമ്പോൾ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ആ ഷൂട്ടിങ് വരാൻ വേണ്ടിയിട്ട് ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ അത് വരാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൂടി തുടങ്ങി. അപ്പോൾ ഷൂട്ടിങ് അടുപ്പിച്ച് വയ്ക്കാൻ തുടങ്ങി. അതിന് മുമ്പ് വേറെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഞാനോ? എനിക്ക് കോളേജിലുണ്ടായിരുന്നു പ്രണയം. ഞാൻ ലെറ്റർ കണ്ടുപിടിച്ചത് അല്ലേ? കണ്ടുപിടിച്ചോണ്ടല്ല, എനിക്കുണ്ടായിരുന്നു, കോളേജിലുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ആ കുട്ടി ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു, അത് പറയാൻ പറ്റത്തില്ല. ആ കുട്ടി കല്യാണമൊക്കെ കഴിച്ചു പോയി. എൻ്റെ വീട്ടിലറിയാവുന്ന സംഭവമായിരുന്നു. അത് പരാജയപ്പെട്ടതാണോ പ്രണയം? പരാജയപ്പെട്ടെന്ന് പറഞ്ഞാൽ അതൊരു അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ 4 പേരുണ്ടെന്ന് പറയും. ഈ 4 പേർക്കും 3 പേർക്കും ഈ പറഞ്ഞ പ്രണയം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ എന്നെ വാശി കയറ്റിയതാണ് അന്ന്. വാശി കയറ്റി പ്രണയം ഉണ്ടാക്കിച്ചാണ് സ്വന്തം ക്ലാസ്സിൽ തന്നെ. അതുണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ക്ലാസ്സിൽ കയറും, അതായിരുന്നു ഐഡിയ അവരുടെ. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ക്ലാസ്സിൽ കയറാതെ ഇതൊക്കെ. അപ്പം ഇവർക്ക് 3 പേർക്ക് ഈ സ്വന്തം ക്ലാസ്സിൽ തന്നെയായിരുന്നു പെൺകുട്ടികൾ പ്രണയം. അപ്പോൾ അവർ 3 പേര് സ്ഥിരമായിട്ട് രാവിലെ കൃത്യം വരും. എല്ലാവരും ആദ്യമൊക്കെ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ കട്ട് ചെയ്യാനൊന്നും അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ അപ്പോൾ എന്നെയും കൂടെ കയറ്റാൻ വേണ്ടിയിട്ട് അവർ ആ ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടിയെ നോക്കി സംസാരിച്ച് ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ അതൊരു മത്സര ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടികൾക്ക് ഇഷ്ടമാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിച്ച് വാ കൊച്ചു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇത്രയും പേരുടെ മുമ്പ് വെച്ച് സിനിമാ കഥ പോലെ. പിന്നെ അത് പിന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ ഒരു വാശി. അങ്ങനെ അവസാനം പറയിപ്പിച്ച് അത് ഇഷ്ടം കൂടി. സീരിയസ് ആയി. അതിപ്പോൾ ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം പ്രണയവും കോളേജ് നന്നായിട്ട് ആസ്വദിച്ചു. പഠിത്തൊഴിച്ച് പിന്നെ അത് നഷ്ടപ്പെട്ടു. ആ കോളേജ് ജീവിതം കഴിഞ്ഞപ്പോൾ അതങ്ങ് നഷ്ടപ്പെട്ടു. പിന്നീടുള്ളൊരു തുടക്കത്തിലെ പ്രണയം ഇതേപോലെ ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ
പ്രണയിച്ചത് ഈ ഇരിക്കുന്ന. വിവാഹം കഴിക്കാം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അതോ ചുമ്മാ ഇതും കുറച്ച് നാൾ കഴിയുമ്പോൾ? ഇല്ല, ഞാൻ പറയാം, ആദ്യം ഇത് പറഞ്ഞ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പറഞ്ഞ പോലെ വിവാഹം കഴിക്കാവുന്നൊരു ഒരു സംഭവമില്ല. കാരണം ഇവൾക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ സമ്മതിക്കുമോ സമ്മതിക്കുമോ എന്നൊരു ഡൗട്ട്. കാരണം എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മ ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. ആ അമ്മയായിട്ടൊക്കെ നല്ല ഇതായി. എൻ്റെ വീട് ചേർത്തല മരത്തറോട്ട് എന്ന് പറയും. ഇവരുടെ സ്ഥലം നിങ്ങളുടെ സ്ഥലം തമ്മിൽ ഒരുപാട് ഞാൻ ആദ്യം തൃശ്ശൂരായിരുന്നു. ആണ് ഈ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വരാനുള്ളത് ഓട്ടോ പിടിച്ചാണ്ടും എറണാകുളം ചേർത്തല. അത് അങ്ങോട്ട് ചെന്നു ഇങ്ങോട്ട് കിട്ടി. അങ്ങനെ ഈ പറഞ്ഞാൽ അന്നേരം കല്യാണം കഴിക്കാൻ ഈ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഇതായിരുന്നു ഇവള് പറഞ്ഞോണ്ടിരുന്ന അതായിരുന്നു. ആദ്യം ഞാനാണ് പറയുന്നത് കല്യാണം കഴിക്കുന്ന കാര്യം. ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഇവള് ആദ്യം പറഞ്ഞ സംഭവം ഇതാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം പറഞ്ഞോളൂ. വീട്ടിൽ അച്ഛനും അമ്മയും ചേച്ചി സമ്മതിച്ച ചേച്ചി പിന്നെ കല്യാണം കഴിഞ്ഞ് പോയതാണ്. അച്ഛനും അമ്മയും സമ്മതിക്കാതെ ഈ കാര്യം മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, നമുക്കത് വിട്ടേക്കാം, നല്ല ഫ്രണ്ട്ഷിപ്പ് തന്നെ അങ്ങനെ നിന്നോട്ടെ. അപ്പോൾ ഞാൻ അച്ഛനോട് നമ്മൾ സംസാരിച്ചിട്ട് അമ്മ അച്ഛനും എതിരഭിപ്രായം പറയാം, നമുക്കിത് ഡ്രോപ്പ്. ഇതൊരു ഷൂട്ട് നടക്കുന്ന ഡേറ്റിലായിരുന്നു പ്രാവശ്യം അമ്മയോട് ഞാൻ സംസാരിച്ചിട്ട്. അപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഷൂട്ട് നടക്കുന്ന ദിവസമായിരുന്നു. ഒരു ദിവസം എന്നെ വിളിച്ചിരിക്കുന്നു, അമ്മ എന്നെ വിളിച്ചു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ എന്തോ എന്നോട് കുറേ നേരം സംസാരിച്ചു ഇതിനെക്കുറിച്ച്, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അനൂപ് ഇതിനിടയ്ക്ക് അമ്മയോട് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അത് അമ്മ വിളിച്ച് സംസാരിച്ചു. അപ്പം പതിവില്ലാതെ എൻ്റെ നമ്പറൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കുന്നു. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എന്താ ചിറ്റട എന്താ അവിടെ അനൂപ് പ്രിയ. പക്ഷെ ഒരിക്കലും അന്ന് അനൂപിന് ഇത്രയും വണ്ണമില്ല, അപ്പോൾ ഒരിക്കലും ചേരില്ല എന്നുള്ള. ഞാൻ ഇത്തിരി തടിയുള്ള ആളെന്നെ, അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ആരും ചിന്തിക്കുകയില്ല. ഞാൻ സൈസ് ഉണ്ട്, അപ്പോൾ അങ്ങനെ നോക്കൂലല്ലോ. അപ്പൊ ഞാനും സംശയമില്ലായിരുന്നു പ്രിയയുടെ അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് അയ്യോ ഭയങ്കര ഇതായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അമ്മ ഞെട്ടിപ്പോയേ. അമ്മ ചോദിച്ചിട്ടുണ്ട് ഇവളെ തന്നെ കെട്ടണം. കാരണം എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ, ബ്രദർ ഒരാൾ കുവൈറ്റിൽ, വൈഫും ഒക്കെ അവിടെയാണ്. ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ലാവിഷായിട്ട് ജീവിതം, ഉറക്കം, ഭക്ഷണം, സിനിമ കാണുമ്പോൾ ഷോപ്പിങ്. എൻ്റെ ഒരു 2 സർവൻ്റ് ഉണ്ട്, അവർ ജോലി ചെയ്ത് ഒക്കെ നോക്കും, എനിക്കൊന്നും ചെയ്യണ്ട. അപ്പം അമ്മ ചോദിച്ചാൽ ഈ അനുവിൻ്റെ വീട്ടിലോട്ട് കെട്ടി ഇവള് കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇവള് തിരിച്ച് 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ തിരിച്ച് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ, എൻ്റെ സ്വഭാവം വെച്ച്. പക്ഷെ അമ്മ ഞെട്ടിപ്പോയി. കല്യാണം കഴിഞ്ഞ് 4 വർഷമായി, ഇന്നൊരു അമ്മയെ കാണാൻ പോയിട്ട് ആ അവസ്ഥയായി. വല്ലപ്പോഴേ പോകും. ഇവിടെ തന്നെ ഞാൻ അനുവിൻ്റെ വീട്ടിൽ തന്നെ. കല്യാണം കഴിച്ചപ്പം ഇതെല്ലാം സ്വഭാവങ്ങളെല്ലാം മാറി മാറ്റി. എന്നിട്ട് അച്ഛനമ്മയും സ്വാഭാവികമായിട്ട് ആദ്യം എതിർത്തു എന്ന് പറയാൻ അങ്ങനെ ഇതായിട്ടൊന്നും എന്നോട് പറയാം. അച്ഛൻ എന്നോട് ചോദിച്ച കാര്യം, നിന്റെ ജീവിതമാണ്, അത് നീ തീരുമാനിക്കുക, അത് മുന്നോട്ടുള്ള കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞ കാര്യം അതാണ്. നാളെ ഇതിൻ്റെ പേരിലൊരു വിഷയം ഉണ്ടായാൽ, എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ അത് ഞങ്ങൾ ഇടപെട്ടൊന്നും വരില്ല. എടുത്തു ചാടിയിട്ടുള്ള തീരുമാനമാണെങ്കിൽ നീ അത് ആലോചിക്കുക. അതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. നീ സീരിയസ് ആയിട്ട് ആലോചിക്കുക. ഇപ്പം എൻ്റെ പ്രായം ഇതാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു. അമ്മ എന്നോട് പറഞ്ഞൊരു വാക്ക് ഇത് തന്നെ. എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ മോനാ, അവന് വിഷമം. ഇപ്പോൾ പ്രിയ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ വേണ്ടാന്ന് വയ്ക്കും, പ്രിയം വേണ്ടാന്ന് വയ്ക്കും. പക്ഷേ അവൻ്റെ മനസ്സിനകത്തതൊരു വിഷമമാണെങ്കിൽ, അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പണ്ട് സ്നേഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദുഃഖം അമ്മയ്ക്ക് ഓർമ്മ പറഞ്ഞാൽ അത് എൻ്റെ മോന് ഒരിക്കലും വിഷമം വരണ്ട, അവൻ സന്തോഷമായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള. അപ്പം അതുകൊണ്ട് എനിക്കൊരു എതിരഭിപ്രായമില്ല. അവൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അച്ഛനും അതേപോലെ തന്നെ. ചേച്ചിയായിരുന്നു എനിക്ക് ഏറ്റവും പേടി ചേച്ചി. കാരണം ചേച്ചി ഭയങ്കര ഗ്ലാമറുമാണ്. പിന്നെ അതേപോലെ സത്യം ഞാൻ പറയാറുണ്ട്, ചേച്ചി ഭയങ്കര സുന്ദരിയല്ലേ ചേച്ചി എന്നൊക്കെ. അപ്പം ചേച്ചിക്ക് എന്നെ ഈ സിനിമയും സീരിയലും കണ്ടുള്ളത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര സൈസ് ഭയങ്കര ആളാണ്. സിനിമയിൽ ചെയ്തിരിക്കുന്ന ചില കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കഥാപാത്രം എന്ന് പറയുന്നത് സാധാരണ പ്രേക്ഷകർ കാണുമ്പോൾ ഇത്തിരി നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, ചിന്തയുണ്ടല്ലേ ജനങ്ങൾക്ക് നെഗറ്റീവ് റോൾ ചെയ്യുന്നവര് ചീത്തയായിരിക്കും. അതെ, വെറുതെ പറയണതാ. ഇപ്പൊ ആരെങ്കിലും വിളിക്കുമ്പോൾ പറയും എന്ത് ക്യാരക്ടറാണ് നമ്മൾ അഭിനയല്ലേ അതിനകത്ത് ഡബിങ് അതായിട്ട് പറയല്ല. ഡബിങ്ങിന് നമുക്ക് ആർക്കോണി വോയിസ് കൊടുക്കാം. ചിലപ്പോൾ സിൽക്ക് സ്മിതയ്ക്ക് കൊടുക്കാൻ പറഞ്ഞാൽ പറ്റിയെന്ന് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അഭിനയം വരുമ്പോൾ ഏത് റോളും ചെയ്യണം. പക്ഷെ അത് എന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാവരുമായിട്ടിരുന്ന് കാണുമ്പോൾ അവർ അറിയാതെ ആരെങ്കിലും ഇങ്ങനെ നോക്കുക എന്നുള്ളൊരു ഇത് ഇല്ലാതിരിക്കുന്നതായിരിക്കും എനിക്ക് എൻ്റെ മനസ്സിന് സന്തോഷം. അപ്പം ഞാൻ ചെയ്യാൻ ചെല്ലുമ്പം ഒരു റോള് അന്നൊന്ന് ഞാൻ ഡയറക്ടറോട് എന്താണ് വേഷം, ഭരതേട്ടൻ്റെ പടം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം വീട്ടിലൊരു സിനിമ പോയി ചെയ്യാം,
മറ്റുള്ളവരുടെ അടുത്ത് എനിക്ക് എന്താ റോൾ എന്താണ്, ഡ്രസ്സ് എന്താണ്, ഇന്നിപ്പോൾ ഞാൻ ചോദിക്കും എൻ്റെ ഡ്രസ്സ് എന്താണ്, മുണ്ടും ബ്ലൗസാണോ, ഞാനില്ല. നിങ്ങൾ 1 കോടി രൂപ, ഞാൻ ഇല്ല. ഒരു സെർവൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് മുണ്ടും ബ്ലൗസാണ്, ഒരു തോർത്തും. നമ്മൾ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞു എനിക്ക് മതിയായി. പിന്നെ ഈ നെഗറ്റീവ് റോൾ ചെയ്യുന്നവരൊക്കെ പുറത്ത് ഓഡിയൻസ് എങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയാലും ഈ ഒരു കാണിക്കൽ ഉറപ്പാണ്. അതൊക്കെ നമ്മൾ അല്ലെങ്കിൽ മദ്രാസിലോ ദൂരെ എവിടെയെങ്കിലും ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന സഹോദരി ചേച്ചിയായിരുന്നു. അപ്പം ചേച്ചി ഇങ്ങനെ എന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഈ കാണുന്ന റോൾസും ഇത് ചേച്ചിക്ക് ഒട്ടും നല്ല അഭിപ്രായമില്ല. ഇല്ല, നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു ചേച്ചിക്ക്. ചേച്ചി വിചാരിച്ച എന്നെ കാണുമ്പോഴും അത് ഭയങ്കര സൈസ് ഇതൊക്കെ ആയിരിക്കും, ശരിയാവില്ല, അവന ഒരു ആങ്ങളല്ലേ ഉള്ളൂ, ഒരു പാവം പോലെ. അപ്പൊ ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തായാലും ഒന്ന് അവളെ കാണട്ടെ, ഇല്ലെങ്കിൽ നമുക്കുള്ളൂ. അപ്പം ഞാൻ സത്യം ഞാൻ പറയാം, ഞാൻ ഒരുപാട് പേരോടൊന്നും പറയാത്തൊരു കാര്യമാണ്. ഞാൻ അനുവിനോട് അപ്പോഴും പറഞ്ഞു, ചേച്ചിക്ക് ഇനി അഥവാ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അമ്മയച്ഛനും വെറുപ്പിക്കരുത്. ഞാൻ ചേച്ചിയോടും ഞാൻ പറഞ്ഞു ഫോൺ ചെയ്തപ്പോൾ, അനുവിനോട് പറയണ്ട, ഞാൻ അല്ലാതെ തന്നെ അനുവിനെ ഞാൻ വെറുപ്പിച്ചോളാം, നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ. ഞാൻ പറഞ്ഞു സിനിമ അല്ല സത്യം, കാരണം എന്താ ജീവിതമാണ്, അതല്ല ജീവിതമാണ്. ആ ജീവിതത്തിനകത്ത് ഒരാൾ പണിയിൽ എന്തിനാണ് പ്രിയങ്കയ്ക്ക് ഇത്ര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് തോന്നേണ്ട കാര്യം? കാരണം എനിക്ക് എന്റെ വിചാരം എന്താ വെച്ചാൽ, നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാളാണ്, ബാക്കിയുള്ള എല്ലാവരും വേണമെന്നാണ് എൻ്റെ മനസ്സിൽ. അവരെ ഉപേക്ഷിക്കരുതെന്ന് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും, എൻ്റെ സ്വഭാവമായിരിക്കണം എന്നില്ല എല്ലാവർക്കും. എനിക്ക് ആരും ഉണ്ട്, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, എൻ്റെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു മരിച്ചുപോയി, എനിക്ക് എൻ്റെ അമ്മേൻ്റെ ഒരു ആങ്ങളി മാത്രമേ ഉള്ളൂ, കുടുംബം ഉണ്ട്, പക്ഷെ എല്ലാവരും ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ മാനസികമായിട്ട് കല്യാണം കഴിച്ച് വീട്ടിൽ പോകുന്ന എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. ഒരു വീട്ടിൽ എൻ്റെ ആരും വഴക്കണം, ഇപ്പം ഞാനാണ് എല്ലാത്തിനും ഓടി നടക്കുന്നത്. അപ്പോൾ എൻ്റെ മെൻറ്റാലിറ്റി അതാണ്. ചേച്ചി പറഞ്ഞു, ചേച്ചി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ചേച്ചി അനുവിനോട് പറയരുത്, ഞാൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും അഭിനയമാണ് പോട്ടെ, ഒരാൾ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന് വിചാരിച്ച പോലെ ഞാൻ പറഞ്ഞു. ചേച്ചി അതുപോലെ തന്നെ കാണാൻ വന്നു, ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മോളും. എന്തൊക്കെ മൊബൈലിൽ കൂടെ ഫോട്ടോ വരെ സെൻഡ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചുരിദാറൊക്കെ ഇട്ട് ഏറ്റവും മാക്സിമം വണ്ണം കുറഞ്ഞ് കാണിക്കാൻ പോകുന്നതിന് ചുരിദാറൊക്കെ ഇട്ട് പോവുക, വളരെ വൃത്തിയായി നല്ലൊരു അനുസരണയുള്ള കുട്ടിയെ പോലെ പയ്യെ വന്ന് ചേച്ചിയുടെ അടുത്ത് വന്ന് ഇറങ്ങി ഒഴിക്കണം. ചേച്ചി ഞെട്ടിപ്പോയി. സത്യം ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച ഫിഗറേ അല്ല പ്രിയ. അന്ന് എന്നെ ഇങ്ങനെ ചേർത്ത് വിളിച്ചിട്ടുണ്ട്, നിനക്ക് ചേരോടാ, നീ ഇവിടെ തന്നെ കെട്ടിയാൽ മതി എന്നുള്ള ഓക്കെ അടിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അമ്മയെ ഞെട്ടിച്ചു. അതിനുശേഷമാണ് അമ്മയെ അറിയിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ താമസിക്കുന്ന എല്ലാവരും ഒരുമിച്ചാണോ? ചേർത്തലല്ല, അനുവിന്റെ വീട്ടിൽ തന്നെ ആണോ? അച്ഛനും അമ്മയും എല്ലാവരും? എങ്ങനെയാണ് മിണ്ടരുത്? വീട്ടിലെങ്ങനെയാണ് പൊതുവെ? സോപ്പിട്ടൊന്നും സംസാരിക്കണ്ട, അടുക്കള പണിയൊക്കെ ചെയ്യും, നല്ലൊരു മരുമകളായിട്ട് എല്ലാ ജോലിയും ചെയ്യും. ഞാൻ പ്രതീക്ഷയിലും നന്നായിട്ട് വീട്ടിൽ നിൽക്കുന്നുണ്ട്. സാറിന് ഒരു ഈ പറഞ്ഞ ഒരു സിനിമ ഇതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഭയമാണല്ലേ. നല്ലൊരു കുടുംബത്തില് ഭയമല്ല, ഭയമൊന്നും എനിക്കില്ല. അല്ല, ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതെ, അങ്ങനെ പറയാം. എനിക്ക് ഭയം എന്തിനാ ഞാൻ ഭയക്കണത്? കാരണം നമ്മളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് തെറ്റിദ്ധരിക്കാം സിനിമ അല്ലേ. ഇപ്പൊ ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് വേണമെങ്കിൽ ഒരു 9 മണി വരെ കിടന്നുറങ്ങിയാലും ആരും ഒന്നും പറയില്ല. അനുവിന്റെ അമ്മ എന്നെ ഒന്നും പറയില്ല 9 മണിക്ക് ഉറങ്ങിയാലും. കാരണം അമ്മ 10 മണിക്ക്. അപ്പൊ പിന്നെ ഞാൻ ആ സെക്ഷനിലേക്ക് വരുന്നില്ല. അല്ല ചേച്ചി, ഞാൻ പറയണേ, ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ എങ്ങനെ എത്രയൊക്കെ പറഞ്ഞാലും ഭർത്താവിന്റെ വീടും എന്റെ വീട് അങ്ങനെ തന്നെയാണ്. അത് എനിക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുന്നത് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ, എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ. അത് ഉറപ്പ്. അതിന് എത്ര ആളോട് പറഞ്ഞ സംഭവം തന്നെ, ഉറക്കം തന്നെയാണ് മെയിൻ ആയിട്ട് സമ്മതിക്കില്ല. ഉറക്കം, രാവിലെ എണീറ്റുള്ള കുളി, ഇത് രണ്ടെണ്ണമാണ് മടി ആൾക്ക്. കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്ന കാര്യം പ്രധാനപ്പെട്ടത്, നീ ഇവിടെ വന്നാൽ രാവിലെ എണീക്കണം, രാവിലെ കുളിക്കണം, ഭക്ഷണം കഴിക്കണം. രാവിലെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നു. ഇല്ല, എനിക്ക് രാവിലെ അനുവിന്റെ വീട്ടിൽ നിന്ന് 7 മണിക്ക് കുളിക്കാതെ അടുക്കളയിൽ കയറില്ല. ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. എനിക്ക് സുഖമാണല്ലോ. ഭക്ഷണം കഴിയും വളരെ കുറവാണ്. ആ പാടെ കഴിക്കുന്ന പറഞ്ഞാൽ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ മനസ്സ് നന്നായിട്ട് എന്നാണ് പറയുന്നത്. മനസ്സ് ഒത്തിരി നല്ല. എന്റെ ഈ ശരീരം ഈ തടി ഇതൊന്നും അല്ല, എന്റെ മനസ്സൊത്തിരി വണ്ണം കുറഞ്ഞവരൊക്കെ അതിന്റെ ദോഷങ്ങളാണ് എനിക്ക് കുറെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് ഒരുപാട് നന്നാവാൻ പാടില്ല. എന്താണ് ഇഷ്ടപ്പെടാത്ത സ്വഭാവം? ഇത്തിരി വാശിയുണ്ട്. എന്ത് കാര്യത്തിനാ വാശി? ഇല്ല, അങ്ങനെയല്ല. എന്തെങ്കിലും പറയുമ്പോൾ ഇത്തിരി മനുഷ്യൻ്റെയും വാശി ഇത്തിരി പൊടിക്കണ്ട. അത് കല്യാണത്തിന് മുമ്പേ പ്രിയയുടെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു. ഏറ്റവും ആദ്യം എന്നോട് പറഞ്ഞ കാര്യം ഇതാ, ഈ സംഭവം മുൻഷുണ്ടിയും വാശിയും. അത് ശരിക്കും ഒരു പിള്ളേരുടെ സ്വഭാവം പോലെ ഇടയ്ക്ക് കാണിക്കും. അത് വന്നു കഴിഞ്ഞാൽ എന്തോ ഈ ഭ്രാന്ത് പിടിച്ച പോലെ
വയലന്റ് ആവും. വയലന്റ് എന്ന് പറയാ തല്ലോ ഇടിക്കോ എറിയലോ ശാരീരിക സംഭവം ഉപദ്രവം അങ്ങനെയൊന്നുമില്ല. ചേച്ചി ഇത്തിരി ഒച്ച വയ്ക്കും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ ചേരി ആളമുട്ടിയ അതാണ് സംഭവം. അളമുട്ടൊന്നുമില്ല. അല്ല അത് എന്തായാലും വല്ലപ്പോഴൊക്കെ ഉള്ളൂ, മനുഷ്യനല്ലേ. അത് നമ്മൾ ചിലപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ തെരി പോലെ വന്നിട്ട് അങ്ങോട്ട് ഇതാവും. അപ്പൊ തന്നെ തീരും. വെച്ച് അത് പിരിപ്പിച്ച് മനസ്സിൽ കൊണ്ടുവരുന്ന പരിപാടിയൊന്നുമില്ല. അത് ഒന്നും നമ്മള് ചൂടായിട്ടൊക്കെ ഇങ്ങനെ നമ്മളാപ്പടെ ഇതായി പോകും. അനൂപിന് ദേഷ്യം വരില്ല? എനിക്ക് ദേഷ്യം വരും. എന്റെ പൊന്നു, ഈ ദേഷ്യം പിന്നെ ഞാൻ അങ്ങനെ ഈ പറയുമ്പോൾ മാക്സിമം പിടിച്ച് നിന്നിട്ട് പിന്നെ ദേഷ്യപ്പെടും. പിന്നെ അങ്ങ് പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞു അത്ര ഇതായിട്ട് അത് എനിക്കറിയാൻ മേല. ഇനി എങ്ങനെ ഇവക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് മിണ്ടാതെ എവിടെയെങ്കിലും ഒതുങ്ങും. ഞാൻ മുഖത്തേ നോക്കാൻ പോകും, എവിടെയെങ്കിലും മാറിയിരുന്നേക്കും. എന്തിനാ പറഞ്ഞത് കൂടുതൽ ഞാൻ എന്തെങ്കിലും കൂടുതൽ ഒരു വാക്ക് പറഞ്ഞു, പിന്നെ അവിടെ 2 വാക്ക് ഇങ്ങോട്ട് കിട്ടി, പിന്നെ അത് കൂടുതൽ കിട്ടുമ്പോൾ ഞാൻ മേടിച്ചു. എന്താണ് അനൂപിന്റെ അടുത്ത് ഇഷ്ടമില്ലാത്ത സ്വഭാവം? മടി, ഭയങ്കര ഇഷ്ടമല്ലാത്ത സ്വഭാവമാണ്. ഭയങ്കര മടിയനാ ഒരു കാര്യത്തിനും. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ പറയുന്നതല്ല, എനിക്ക് ചെറുതായിട്ട് ഒരു ചെറിയ മടിയനാണോ എന്നൊരു സംശയം തോന്നിയില്ലേ? പക്ഷെ ഞാൻ ചോദിച്ചു വിഷമിപ്പിക്കേണ്ട. അത് മാത്രമേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. മടിയുണ്ട് ശരിക്കും. മടിയുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോഴേ എനിക്കങ്ങനെ തോന്നാറില്ല. ഒരിക്കലും അത് പറയില്ല. എനിക്കറിയാം എന്തെന്ന് മടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം, അതിലൊക്കെ കാര്യങ്ങൾ ആ ഒരു ചെറിയൊരു ഇത് അത്രേ ഉള്ളൂ. ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. അത് ഒരു ഞാൻ അച്ഛനെ കുറ്റം പറയുമല്ല, ഇപ്പോഴും നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം ആയിരിക്കാം ചിലപ്പോൾ നമ്മളെ അങ്ങനെ ആക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ പറയും അച്ഛൻ അങ്ങനെ നോക്കിയോണ്ട് അച്ഛനെ നമ്മൾ കുറ്റം പറയുക. വീട്ടിലെ എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെയാണ് നോക്കിയിരുന്നത്. എന്തായാലും സന്തോഷമായിരിക്കുക. തടി കുറച്ചൊന്ന് കുറയ്ക്കാം അല്ലേ? ചേച്ചിയുടെ അഡ്വൈസ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ഇടയ്ക്ക് ആരോ പറഞ്ഞു തടി കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ഒട്ടും കുറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ശുഭാപ്തി വിശ്വാസം ആരോ പറഞ്ഞു തടി കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിങ്ങനെ നടക്കണം. എന്തെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ പറയാം. കാരണം അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല സ്ത്രീകള്. എന്തിനാ ഇപ്പോ ഞാൻ സന്തോഷം, അങ്ങനെയല്ല. നമ്മളെപ്പോഴും നമ്മുടെ ശരീരം സൗന്ദര്യമൊക്കെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ഒരാളെ തൃപ്തിപ്പെടുത്താനുള്ളതല്ല, അത് ആരെയും തൃപ്തിപ്പെടുത്തുകയല്ല. നമുക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയാണ്. ഞാൻ ഒത്തിരി ശ്രമിക്കേണ്ട ചേച്ചി, പറ്റുന്നില്ല അങ്ങോട്ട്. എനിക്ക് കൂടെ എല്ലയിലൊക്കെ അങ്ങ് പിടിച്ചു പോയി തോന്നുന്നു. ഒരു പ്ലേറ്റിന്റെ മുമ്പ് ഇരിക്കുമ്പോ ഇല്ല ചേച്ചി ഭക്ഷണം കഴിക്കാൻ ചേച്ചി ഇത് കഴിച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ വണ്ണം വെക്കുന്നത്. ഇങ്ങനെ കാണിച്ചാൽ മതി. കഴിക്കുമ്പോൾ അധികം കഴിക്കില്ല. കണ്ട ചേച്ചി തന്നെ പറയും ഇത് ഞാൻ സ്വീറ്റ്സ് ഇല്ല അധികം, അങ്ങനെയുള്ള ഒരു ഐസ്ക്രീം ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തത്. എന്തോ അറിയില്ല ചേച്ചി. എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ എനിക്ക് ഒത്തിരി റോൾസ് കിട്ടും, അങ്ങനെ എന്നെ എല്ലാ തമിഴോ വല്ല വടക്കൊക്കെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ തടി ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വെച്ച് സംസാരിക്കുമ്പോ അനൂപ് കാണുന്നില്ല. ടെലികാസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് അതെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് എപ്പോഴും. അപ്പൊ സന്തോഷം. ശരി ചേച്ചി. ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞങ്ങളെ ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഞങ്ങളെ പ്രോഗ്രാം കാണുമ്പോൾ പറയുമായിരുന്നു. കാരണം ഞാനും പറയും ചേച്ചിയുടെ മുമ്പിലൊന്നും ചെന്ന് എത്താൻ പറ്റില്ല, എനിക്ക് കുറെ അങ്ങ് പറയാനുണ്ട്. ഏതായാലും ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന കേരള ടിവിക്കും ചേച്ചിക്കും അതെ നന്നായിട്ട് പോട്ടെ. സന്തോഷം.